പുതിയ വീഞ്ഞ് പുതിയ തോൽക്കുടങ്ങളിൽ, ന്യൂ വൈൻ ഇൻ ന്യൂ വൈൻ സ്കിൻസ്. സമർപ്പിതർക്ക് വേണ്ടിയുള്ള തിരുസംഘത്തിൽ നിന്ന് ഇറക്കിയ പുതിയ പ്രബോധന രേഖയാണത്. 50 വർഷങ്ങൾക്ക് മുൻപ് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ ഇറക്കിയ പ്രമാണരേഖകൾ ലൂമൻ ജൻസിയും ജനതകളുടെ പ്രകാശം, അതോടൊപ്പം തന്നെ സമർപ്പിതരുടെ ജീവിത നവീകരണത്തിനു വേണ്ടി ഉള്ള ഡിക്രി പെർഫെക്റ്റെ കാരിത്താത്തിസ്, ഇവ പ്രസിദ്ധീകരിച്ചതിനു ശേഷം ഈ കഴിഞ്ഞ 50 വർഷങ്ങളിൽ സഭയിലും പ്രത്യേകിച്ച് സമർപ്പിത ജീവിതത്തിലും ഉണ്ടായ വെല്ലുവിളികളെ നേരിടുന്നതിനും പുതിയ കാലഘട്ടത്തിൽ കാരുണ്യത്തിൻ്റെ ഒരു നവശൈലി സ്വന്തമാക്കുന്നതിനുമൊക്കെ ഉദ്ദേശിച്ചാണ് ന്യൂ വൈൻ ഇൻ ന്യൂ വൈൻ സ്കിൻസ്, പുതുവീഞ്ഞ് പുതുതോൽക്കുടങ്ങളിൽ എന്ന ഈ ഗൈഡ് ലൈൻ, മാർഗരേഖ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അതിൻ്റെ ആമുഖം മാർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 22-ാം വാക്യത്തിലെ ആ ശ്രദ്ധേയമായ പ്രതിപാദ്യമാണ്. പ്രത്യേകിച്ച് ഉപവാസത്തെ സംബന്ധിച്ച തർക്കത്തിന് ഉത്തരമായിട്ട് ക്രിസ്തു നൽകുന്ന ഉത്തരമാണത്. യോഹന്നാൻ്റെ ശിഷ്യന്മാരും ഫരീസേയരും ഉപവസിക്കുകയായിരുന്നു. ആളുകൾ വന്ന് യേശുവിനോട് ചോദിച്ചു, യോഹന്നാൻ്റെയും ഫരീസേയരുടെയും ശിഷ്യന്മാർ ഉപവസിക്കുകയും നിന്റെ ശിഷ്യന്മാർ ഉപവസിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട്? യേശുവിൻ്റെ മറുപടി ശ്രദ്ധേയമാണ്. അവിടുന്ന് പറഞ്ഞു, മണവാളൻ കൂടെയുള്ളപ്പോൾ മണവറത്തോഴർക്ക് ഉപവസിക്കുവാൻ സാധിക്കുമോ? മണവാളൻ കൂടെ ഉള്ള ഇടത്തോളം കാലം അവർക്ക് ഉപവസിക്കാനാവില്ല. മണവാളൻ അവരിൽ നിന്ന് അകറ്റപ്പെടുന്ന കാലം വരും, അന്ന് അവർ ഉപവസിക്കും. അങ്ങനെ മണവാളൻ കൂടെയുള്ളപ്പോൾ, ആഘോഷത്തിൻ്റെ അവസരമാകുമ്പോൾ, പുതിയ ഒരു ആനന്ദത്തിൻ്റെ കാലഘട്ടം വരുമ്പോൾ മണവാളനോടൊപ്പമുള്ള നവ്യജീവിതമാണ്. അതിൻ്റെ തുടർച്ചയായി യേശു വ്യക്തമാക്കുന്നു, ആരും പഴയ വസ്ത്രത്തിൽ പുതിയ കഷ്ണം തുന്നിപ്പിടിപ്പിക്കാറില്ല. അങ്ങനെ ചെയ്താൽ തുന്നിച്ചേർത്ത കഷ്ണം അതിൽ നിന്ന് കീറിപ്പോരുകയും കീറൽ വലുതാവുകയും ചെയ്യും. അങ്ങനെ ഒരു താൽക്കാലിക അഡ്ജസ്റ്റ്മെൻറ്റ് അല്ല കർത്താവ് ഈ നവജീവിതത്തിൽ നിന്ന് ഉദ്ദേശിക്കുക. പരിപൂർണമായ പരിവർത്തനം, പുതിയ ഒരു ജീവിത ശൈലി. ആ വെളിച്ചത്തിലാണ്, ഈ പശ്ചാത്തലത്തിലാണ് കർത്താവ് വിവരിക്കുക, പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങളിൽ ഒഴിച്ചു വയ്ക്കാറില്ല. അങ്ങനെ ചെയ്താൽ തോൽക്കുടങ്ങൾ പിളരുകയും വീഞ്ഞും തോൽക്കുടങ്ങളും നഷ്ടപ്പെടുകയും ചെയ്യും. പുതിയ വീഞ്ഞിന് പുതിയ തോൽക്കുടങ്ങൾ വേണം. അങ്ങനെ ഒരു പുത്തൻ ശൈലി പ്രദാനം ചെയ്തുകൊണ്ടാണ് ക്രിസ്തു സമൂഹമധ്യത്തിലേക്ക് കടന്നു വരുന്നത്. കഴിഞ്ഞു പോയ കാലഘട്ടത്തിലെ ആ പഴയ സമ്പ്രദായങ്ങളും മതാചാരങ്ങളുമൊക്കെ വ്യത്യസ്തമായിക്കൊണ്ട് പുതിയ ഒരു ജീവിത ശൈലി. സമാന്തര സുവിശേഷത്തിൽ, മത്തായിയുടെ സുവിശേഷത്തിൽ 5-ാം അധ്യായത്തിൽ നാം ഈ ഒരു വാക്യം ശ്രദ്ധിക്കുമ്പോൾ അതിൻ്റെ പശ്ചാത്തലം കർത്താവ് കൊടുക്കുക കാരുണ്യത്തിൻ്റെ ഒരു പുതിയ കാലഘട്ടത്തിൻ്റെ വരവിൻ്റെ പശ്ചാത്തലത്തിലാണ്. പ്രത്യേകിച്ച് മത്തായിയെ തൻ്റെ ശിഷ്യനാകുവാൻ കർത്താവ് ക്ഷണിക്കുന്നു. യേശു അവിടെ നിന്ന് നടന്നു നീങ്ങവേ മത്തായി എന്നൊരാൾ ചുങ്കസ്ഥലത്ത് ഇരിക്കുന്നത് കണ്ടു.
യേശു അവനോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക. അങ്ങനെ യേശുവിനെ അനുഗമിച്ച മത്തായിയോടൊപ്പം അവൻ്റെ ഭവനത്തിലേക്ക് വിരുന്നിന് കടന്നു ചെല്ലുകയും വിരുന്നിന് യേശുവിനോടൊപ്പം ചുങ്കക്കാരും പാപികളും പന്തിയിലിരിക്കുന്നത് കണ്ട് അവിടെയുണ്ടായിരുന്ന ഫരീസയ പ്രമാണികൾക്ക് അതത്ര പിടിച്ചില്ല. അങ്ങനെ വിമർശനശരവുമായി വരുന്ന അവരോട് കർത്താവ് വ്യക്തമാക്കുക, ഞാൻ വന്നിരിക്കുന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല, പാപികളെ വിളിക്കാനാണ്. ബലിയല്ല, കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നതിൻ്റെ അർത്ഥം നിങ്ങൾ പോയി പഠിക്കുക എന്ന്. അങ്ങനെ ഒരു കാരുണ്യത്തിൻ്റെ നവജീവിത ശൈലി സമൂഹത്തിന് മുൻപിൽ കാണിച്ചു കൊടുത്തുകൊണ്ട് ആണ് കർത്താവ് ഈ യാഥാർത്ഥ്യം വ്യക്തമാക്കുക. പുതിയ വീഞ്ഞ് പുതിയ തോൽക്കുടങ്ങളിലാണ് ഒഴിച്ചു വയ്ക്കുക, അപ്പോൾ രണ്ടും ഭദ്രമായിരിക്കും. അങ്ങനെ യേശു വിഭാവനം ചെയ്ത ഒരു നവ്യമായ ജീവിത ശൈലി, പരിവർത്തനത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, പരിഗണനയുടെ ഒരു പുതിയ ജീവിത ശൈലി വ്യക്തമാക്കിക്കൊണ്ടാണ് ഈ വാക്യം വിവരിക്കുക. സമാന്തര സുവിശേഷങ്ങളിൽ തന്നെ ലൂക്കായുടെ സുവിശേഷത്തിൽ വരുമ്പോൾ ഇവിടെയും ഈ ഒരു തർക്കം കുറച്ചുകൂടെ ശക്തമായ ഭാഷയിൽ ആകുന്നു. അവിടെ ലൂക്കാ സുവിശേഷകൻ ഈ വാക്യത്തോടൊപ്പം കൂട്ടിച്ചേർക്കുക, പഴയ വീഞ്ഞ് കുടിച്ച ഒരുവനും പുതിയ വീഞ്ഞ് പുതിയത് ഇഷ്ടപ്പെടുകയില്ല, പഴയതാണ് മെച്ചം എന്നല്ലേ പറയുന്നത്. അങ്ങനെ പഴയ ജീവിത ശൈലി സ്വീകരിക്കുകയും അതിനോട് സമ്പൂർണമായി താതാത്മ്യം പ്രാപിക്കുന്ന വ്യക്തികൾക്ക് യേശു വിഭാവനം ചെയ്യുന്ന ഈ സ്നേഹത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ പുതിയ ശൈലി അത്ര സ്വീകാര്യമായി എന്ന് വരില്ല. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ ഒരു പ്രബോധന രേഖ ന്യൂ വൈൻ ഇൻ ന്യൂ വൈൻ സ്കിൻസ് എന്നുള്ള പ്രബോധന രേഖ സമർപ്പിതരുടെ പ്രത്യേകമായ പരിഗണനയ്ക്ക് വേണ്ടി മുന്നോട്ട് വയ്ക്കുന്നത്. ഇത് സമർപ്പിതർക്ക് മാത്രമല്ല, സഭയ്ക്ക് മുഴുവൻ, എല്ലാ വിശ്വാസികൾക്കും യേശുവിൻ്റെ ഈ പുതിയ ജീവിത ശൈലിയിലേക്ക് കടന്നു വരുവാനും അങ്ങനെ പരിവർത്തനത്തിൻ്റെ പുതിയ ഒരു മാർഗം സ്വീകരിക്കുവാനുമൊക്കെ ഉള്ള ഒരു പ്രബോധനവും ക്ഷണവുമാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ഇങ്ങനെ നവീകരിക്കപ്പെടുമ്പോഴാണ് കൂടുതൽ ഫലപ്രദമായി തീരുക, അനുഗ്രഹീതമായി മാറുക. ഓരോ പുതിയ വർഷം കടന്നു വരുമ്പോഴും നവീകൃതമാകുന്ന ജീവിതം, ഓരോ പുത്തൻ പ്രഭാതവും പൊട്ടിവിടരുമ്പോൾ അതോടൊപ്പം തന്നെ പുത്തൻ ഉണർവോടുകൂടെ പുതിയ ഒരു ജീവിത ശൈലി, ക്രിസ്തുവിൻ്റെ ജീവിത ശൈലിയിൽ കൂടുതൽ സമർപ്പണത്തോടുകൂടെ ജീവിക്കാനാകുക. ഇതിലേക്കാണ് ഫ്രാൻസിസ് പാപ്പയെ ഉദ്ധരിച്ച് ഈ പ്രബോധന രേഖ വ്യക്തമാക്കുക. പോപ്പ് ഫ്രാൻസിസ് കൺഫേംസ് അസ് ഇൻ ദിസ് ജേർണി. നമ്മുടെ ജീവിതയാത്രയിൽ ഈ ഒരു യാഥാർത്ഥ്യം ഫ്രാൻസിസ് പാപ്പയും വ്യക്തമാക്കുന്നു. ഫോർ ന്യൂ വൈൻ ഇൻ ന്യൂ വൈൻ സ്കിൻസ്, പുതിയ വീഞ്ഞ് പുതിയ തോൽക്കുടങ്ങളിൽ. ദ ന്യൂനെസ് ഓഫ് ദ ഗോസ്പൽ, സുവിശേഷം നമുക്ക് സമ്മാനിക്കുന്ന ആ ഒരു പുതുമ, പുത്തൻ ജീവിത ശൈലി നമ്മുടേതാകണം. വാട്ട് ഡസ് ദ ഗോസ്പൽ ബ്രിങ് അസ്? എന്താണ് സുവിശേഷം നമുക്ക് നൽകുക? ജോയ് ആൻഡ് ന്യൂനെസ്, സന്തോഷവും ആനന്ദവും അതോടൊപ്പം തന്നെ പുതുമ നിറഞ്ഞ ജീവിത ശൈലിയും. ടു വാട്ട് ഈസ് ന്യൂ, ന്യൂനെസ്, ആ പുത്തൻ ജീവിത ശൈലിക്ക് ഈ പുതുമ. ടു ന്യൂ വൈൻ ന്യൂ വൈൻ സ്കിൻസ്, പുതിയ വീഞ്ഞ് പുതിയ തോൽക്കുടങ്ങളിൽ. വീണ്ടും ഫ്രാൻസിസ് പാപ്പയെ തന്നെ ഉദ്ധരിച്ചുകൊണ്ട് ഇവിടെ പറയുക, we can apply what Pope Francis recommends. Pastoral ministry in a missionary key seeks to abandon the complacent attitude that says we have always done it this way. ഞങ്ങൾ ഇത്രയും നാൾ ഇതുപോലുള്ള ഒരു ജീവിത ശൈലിയാണ് പിന്തുടരുന്നിരുന്നതെന്ന്
പല സന്യാസ സഭകളും വിവരിക്കുന്നത് പോലെ അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു അജപാലന ശുശ്രൂഷ ശൈലിയാണ്, നടപടിക്രമമാണ് ഈ ആധുനിക കാലഘട്ടത്തിൽ നാം സ്വീകരിക്കേണ്ടത് എന്ന് ഫ്രാൻസിസ് പാപ്പ പറയുന്നു. We have always done this. I invite everyone to be bold and creative in this task of rethinking the goals, structures, style, and methods of evangelization in their respective communities. ഫ്രാൻസിസ് പാപ്പ പ്രത്യേകിച്ച് സന്യാസ സമൂഹങ്ങളോട് പറയുക, ഈ പുതിയ കാലഘട്ടത്തിന് യോജിച്ച വിധത്തിൽ ഓരോ സമൂഹവും അവരുടെ ലക്ഷ്യത്തെപ്പറ്റിയും അവരുടെ സ്ഥാപനങ്ങളെപ്പറ്റിയും പ്രവർത്തന ശൈലിയെപ്പറ്റിയും സുവിശേഷവൽക്കരണത്തിൻ്റെ വിധങ്ങളെപ്പറ്റിയും ഒരു പുനർവിചിന്തനം നടത്തുവാനാണ് ആവശ്യപ്പെടുന്നത്. ഇത് തീർച്ചയായും സന്യാസ സമൂഹങ്ങൾക്ക് മാത്രമല്ല, നമ്മുടെയും ജീവിതത്തിൻ്റെ ഓരോ സഭാ വിശ്വാസിയുടെയും ജീവിതത്തിൻ്റെയും ഒരു ശൈലിയായി തന്നെ തീരണം. ഈ ഒരു പശ്ചാത്തലത്തിൽ യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ വിവരിക്കുന്നത് പോലെ പുതിയ വീഞ്ഞിനുമായി ബന്ധപ്പെട്ട് കാനായിലെ കല്യാണ വിരുന്നിൻ്റെ അവസരത്തിൽ യേശു പകർന്നു നൽകിയ ആ പുതിയ വീഞ്ഞ് ആസ്വദിക്കുമ്പോൾ പറയുക, എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വച്ചുവല്ലോ. അങ്ങനെ യേശു പകർന്നു തരുന്ന പുത്തൻ ജീവിത ശൈലി, ആ പുതുവീഞ്ഞ് കൂടുതൽ വീര്യവും അനുഗ്രഹവും ആ സമൂഹത്തിന് അത്യന്താപേക്ഷിതവുമായ ജീവിത ശൈലിയായി തീരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പയുടെ വിഖ്യാതമായ വീത്ത കോൺസക്രാത്ത, സമർപ്പിത ജീവിതം എന്ന പോസ്റ്റ് സിനഡൽ അപ്പോസ്റ്റലിക് എക്സോർട്ടേഷൻ, സിനഡാനന്തര പ്രബോധന രേഖയിൽ ഇപ്രകാരം ജോൺ പോൾ രണ്ടാമൻ പാപ്പ ചോദിക്കുന്നത്, വാട്ട് വുഡ് ബിക്കം ഓഫ് ദ വേൾഡ് ഇഫ് ദർ വെയർ നോ റിലീജിയസ്? സമർപ്പിതരാരും ലോകത്തിൽ ഇല്ലെങ്കിൽ ഈ ലോകത്തിന് എന്ത് സംഭവിക്കും? ഈ ചോദ്യത്തിന് ജോൺ പോൾ രണ്ടാമൻ പാപ്പ തന്നെ മറുപടി പറയുന്നത് ഇപ്രകാരമാണ്, വിത്തൗട്ട് ദ കോൺക്രീറ്റ് സൈൻ there would be a danger that the charity that animates the entire church would grow cold. ഈ സഭയെ മുഴുവൻ കൂടുതൽ അനുഗ്രഹപ്രദമാക്കുന്ന ആ സ്നേഹത്തിൻ്റെ ആർദ്രതയുടെ സാന്നിധ്യം ഇല്ലാതാകുമ്പോൾ ഈ സമൂഹം കൂടുതൽ മരവിച്ചതായി മാറിത്തീരും. മാത്രമല്ല, മറ്റൊരുത്തരം, the salt of faith would lose its savor in a world undergoing secularization. ഇങ്ങനെ സെക്യുലറൈസേഷൻ സംഭവിക്കുന്ന ഈ സമൂഹത്തിൽ സ്വാദ് നൽകുന്ന ആ ഉപ്പ് അതിന് സമൂഹത്തിന് അനുഗ്രഹമായി മാറുന്ന സാന്നിധ്യം ഇല്ലാതാകും. സമർപ്പിതരുടെ സാന്നിധ്യം സമൂഹത്തിൽ അത്യന്താപേക്ഷിതമാണ്. കർത്താവ് നൽകുന്ന ഈ പുതുവീഞ്ഞ്, പുത്തൻ ജീവിത ശൈലി സഭയിൽ അനുഗ്രഹപ്രദം തന്നെ. അതോടൊപ്പം തന്നെ ഈ ഒരു ജീവിത ശൈലി, ഈ പുത്തൻ നവീകരണത്തിൻ്റെ പാത സഭയ്ക്ക് മുഴുവൻ അനുഗ്രഹമാകണം, സ്വീകാര്യമാകണം. ബോബി ജോസ് കട്ടിക്കാട്ടച്ചൻ്റെ അകം എന്ന പുസ്തകത്തിൽ ശ്രദ്ധേയമായ ഒരു വിവരണം ഇപ്രകാരം കൊടുക്കുന്നുണ്ട്. ഓരോ ദിവസവും സംഭവിക്കേണ്ട വീണ്ടും പിറവിയാണ് അത്. ഉപയോഗിക്കാത്ത ഓട്ടുപാത്രങ്ങളും നിലവിളക്കുകളുമൊക്കെ എടുത്ത് സമയം കിട്ടുമ്പോഴൊക്കെ ഒരു ഗ്രാമീണ സ്ത്രീ തുടർച്ച വൃത്തിയാക്കുന്നത് പോലെ സദാ നിരന്തരം പരിവർത്തന വിധേയമാകണം, നവീകരിക്കപ്പെടണം. ദൈവം പോലും അത് ചെയ്യുന്നുണ്ട്. ഓരോ ദിനത്തിലും ഓരോ പ്രഭാതത്തിലും അവിടുത്തെ സ്നേഹം പുതിയതാണെന്ന് എന്ന വേദപുസ്തക വായനയുണ്ട്. ഓരോ ദിവസവും വിരിയുന്നവർക്കാണ് പൂക്കളെപ്പോലെ സുഗന്ധം.
കണ്ണുപൂട്ടി ഓർക്കുമ്പോൾ ആ സുഗന്ധം എന്നെയും പൊതിയുന്നുണ്ട്. അങ്ങനെ ഓരോ പ്രഭാതവും നമുക്കായി പൊട്ടിവിടരുക. ഈ ഒരു പുത്തൻ ജീവിത ശൈലി സ്വന്തമാക്കുവാനാണ് കർത്താവ് നൽകുന്ന ആ പുതിയ വിശ്വാസത്തിൻ്റെ വീഞ്ഞ്, കൂടുതൽ വീര്യമുള്ള അനുഗ്രഹത്തിൻ്റെ വീഞ്ഞ് നമ്മുടെ ജീവിത ശൈലിയായി തീരുമ്പോൾ, നമ്മുടെയും ജീവിതം ഇങ്ങനെ നവീകരണത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ പുതിയ പാതയിൽ ആകുമ്പോൾ സഭയ്ക്കും സമൂഹത്തിനും അത് അനുഗ്രഹമായി മാറും. എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൻ്റെ 36 അധ്യായത്തിൽ അതിൻ്റെ 26 വാക്യത്തിൽ പറയുക, ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും, ഒരു പുതുചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും. നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി മാംസല ഹൃദയം നിങ്ങൾക്ക് നൽകും. എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും. നിങ്ങളെ എൻ്റെ കൽപ്പനകൾ കാക്കുന്നവരും നിയമങ്ങൾ പാലിക്കുന്നതിൽ ശ്രദ്ധയുള്ളവരും ആക്കും. അങ്ങനെ ദൈവത്തിൻ്റെ കൃപാവരത്താൽ നമ്മുടെയും ജീവിതത്തിൽ ഈ ഒരു നവീകരണത്തിൻ്റെ പാത, ഈ ഒരു പുത്തൻ ജീവിത ശൈലി സ്വന്തമാക്കണം. എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം തന്നെ 37 അധ്യായത്തിൽ അസ്ഥികളുടെ താഴ്വരയുടെ അതിശ്രദ്ധേയമായ വിവരണമുണ്ട്, ഏറെ ചിന്തോദ്ദീപകമായ വിവരണം. അതിൽ പറയുക, ജീവശ്വാസമേ, നീ 4 വായുക്കളിൽ നിന്ന് വന്ന് ഈ നിഹതന്മാരുടെ മേൽ വീശുക, അവർക്ക് ജീവനുണ്ടാകട്ടെ. അവിടുന്ന് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു. അപ്പോൾ ജീവശ്വാസം അവരിൽ പ്രവേശിച്ചു, അവർ ജീവൻ പ്രാപിച്ചു. വളരെ വലിയ ഒരു സൈന്യം പോലെ അവർ എഴുന്നേറ്റു നിന്നു. ഇന്നത്തെ ഈ കാലഘട്ടത്തിലും നമ്മുടെ ഓരോരുത്തരുടെയും ജീവനിലേക്ക് ഈ പുതിയ ചൈതന്യം കടന്നു വരുവാൻ, അങ്ങനെ ഒരു സൈന്യം പോലെ കാരുണ്യത്തിൻ്റെ, കൃപയുടെ ഒരു പുതിയ സൈന്യം രൂപീകൃതമാകുവാൻ സാധ്യതമാകണം. യോഹന്നാൻ്റെ സുവിശേഷം 11 അധ്യായത്തിൽ യേശു ലാസറിനെ ഉയർപ്പിക്കുന്ന ഭാഗമുണ്ട്. അവിടെ ലാസറിൻ്റെ കുഴിമാടത്തിങ്കൽ വന്ന് ആവശ്യപ്പെടുക, ആ കല്ലെടുത്ത് മാറ്റുവിൻ എന്നാണ്. അങ്ങനെ ഒരുപക്ഷെ നമ്മുടെ ബന്ധനങ്ങളിൽ നിന്നും, നമ്മുടെ ജീവിതത്തിൻ്റെ ആ പുതിയ ശൈലിയിലേക്ക്, പുത്തൻ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന എല്ലാ കല്ലുകളും ഉരുട്ടി മാറ്റപ്പെടുന്നതിൻ്റെ ഒരു ഓർമ്മയാണ് ഈ സുവിശേഷ ഭാഗവും നമുക്ക് നൽകുക. അപ്പോൾ പറയുക, കർത്താവേ, ഇപ്പോൾ ദുർഗന്ധം ഉണ്ടായിരിക്കും, ഇത് 4 ദിവസമാണ്. തീർച്ചയായും കെട്ടിക്കിടക്കുന്ന പ്രദേശങ്ങളിൽ നിന്ന്, അവസ്ഥകളിൽ നിന്ന് ഈ ഒരു പുതിയ ജീവിത ശൈലിയുടെ, ക്രിസ്തു നൽകുന്ന ആ പുത്തൻ ജീവിതത്തിൻ്റെ അനുഗ്രഹം, ചൈതന്യം കടന്നു വരുമ്പോൾ എല്ലാ ദുർഗന്ധവും മാറിക്കൊണ്ട് പുതിയ വീഞ്ഞ് പുതിയ തോൽക്കുടങ്ങളിൽ എന്ന പോലെ കടന്നു വരും. കർത്താവ് പറയുക, അവൻ്റെ കെട്ടുകൾ അഴിക്കുവിൻ, അവൻ പോകട്ടെ എന്നാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വന്നു ഭവിച്ചിട്ടുള്ള ഈ ബന്ധനങ്ങൾ, ഈ കെട്ടുകൾ അഴിച്ചുകൊണ്ട് ക്രിസ്തു നൽകുന്ന ആ പുതിയ ജീവിത ശൈലിയിലേക്ക് നടന്നു നീങ്ങുവാനും, ആ പുത്തൻ അനുഭവം നമ്മുടെ ഓരോരുത്തരുടെയും സ്വന്തമാകുവാനും സാധിക്കണം. ഈ വിമോചനത്തിൻ്റെ അനുഭവം, ഈ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള ബന്ധനങ്ങളും കെട്ടുകളുമൊക്കെ അഴിക്കണമെങ്കിൽ തീർച്ചയായും ക്രിസ്തു നമ്മുടെ അടുത്തുണ്ടാകണം. ആ ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മിലേക്ക് കടന്നു വരണം. ജീവനും വിശ്വാസവും ജീവനും പുനരുത്ഥാനവുമാകുന്ന ആ നാഥനോടൊപ്പം നമുക്കും ഒരു പുതുജീവൻ കടന്നു വരണം. ഈ ജീവനിലേക്ക്, ഈ പുനരുത്ഥാനത്തിലേക്കാണ് ക്രിസ്തു അനുദിനം നമ്മെ വിളിക്കുക. നിക്കോദേമോസിനെ ക്രിസ്തു വിളിക്കുന്നു. അവൻ രാത്രി യേശുവിൻ്റെ അടുത്ത് വന്നു എന്നാണ് യോഹന്നാൻ്റെ സുവിശേഷം 3 അധ്യായത്തിൽ അതിൻ്റെ തുടക്കത്തിൽ തന്നെ വിവരിക്കുക. അങ്ങനെ ജീവിതത്തിൻ്റെ ഇരുളുകളിൽ നിന്ന് യേശുവിൻ്റെ പ്രകാശത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മോട് പറയുക, വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന്
ദൈവരാജ്യം കാണാൻ സാധിക്കയില്ല എന്നാണ്. അങ്ങനെ യേശുവിൽ ഒരു നവജനനം, ഒരു പുതിയ ജീവിതം, ആ പുനരുത്ഥാനം നമുക്കും സാധ്യതകമാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ യേശുവിൻ്റെ ആ കൃപയുടെ ജീവൻ നമ്മുടെയും സ്വന്തമാകുവാൻ സാധിക്കുക. തുടർന്നും കർത്താവ് പറയുക, ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. അങ്ങനെ ക്രിസ്തുവിലുള്ള ഒരു നവജീവിതം, ഒരു പുത്തൻ ജീവിത ശൈലി, അതാണ് ഈ പുത്തൻ വീഞ്ഞ് പുതിയ തോൽക്കുടങ്ങളിൽ എന്നുള്ള ആശയം കൊണ്ട് നാം കൂടുതൽ മനസ്സിലാക്കേണ്ടത്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൽ ക്രിസ്തുവിലുള്ള ഈ നവജീവിതത്തെപ്പറ്റി വളരെ ശ്രദ്ധേയമായി വിവരിക്കുന്നുണ്ട്. പാപത്തിൽ തുടരണമോ? ഒരിക്കലും പാടില്ല. പാപത്തെ സംബന്ധിച്ചിടത്തോളം മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നതെങ്ങനെ? യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ ജ്ഞാനസ്നാനം സ്വീകരിച്ച നാം എല്ലാവരും അവൻ്റെ മരണത്തോട് ഐക്യപ്പെടാനാണ് ജ്ഞാനസ്നാനം സ്വീകരിച്ചിരിക്കുന്നത്. പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ ഓർമ്മിപ്പിക്കുന്നത് പോലെ, ക്രിസ്തു മരിച്ചതിനു ശേഷം പിതാവിൻ്റെ മഹത്വത്തിൽ ഉയർത്തെഴുന്നേറ്റതുപോലെ നാമും പുതിയ ജീവിതം നയിക്കേണ്ടതിനാണ് അവനോടൊത്ത് സംസ്കരിക്കപ്പെട്ടത്. അവൻ്റെ മരണത്തിന് സദൃശ്യമായ ഒരു മരണത്തിൽ നാം അവനോട് ഐക്യപ്പെട്ടവരാണെങ്കിൽ അവൻ്റെ പുനരുത്ഥാനത്തിന് സദൃശ്യമായ ഒരു പുനരുത്ഥാനത്തിലും അവനോട് ഐക്യപ്പെട്ടവനായിരിക്കും. അങ്ങനെ നമ്മുടെയും ജീവിതം എന്നും ക്രിസ്തുവിലുള്ള ആ നവജീവിതത്തിൽ ആയിരിക്കുവാനും നമ്മുടെയും ജീവിതത്തിൽ ഈ പുതിയ ശൈലി സ്വന്തമാക്കുവാനും സാധിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ പുതിയ ജീവിതത്തിൻ്റെ അവകാശികളായിത്തീരുക. യേശുവിൻ്റെ ആ കാരുണ്യത്തിൻ്റെ പാത നമ്മുടെയും സ്വന്തമാക്കുവാൻ സാധിക്കുക. വിലാപങ്ങളുടെ പുസ്തകത്തിൽ 3-ാം അധ്യായം 22-ാം വാക്യത്തിൽ നാം വായിക്കുക, കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല, ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്, അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. കർത്താവാണ് എൻ്റെ ഓഹരി, അവിടുന്നാണ് എൻ്റെ പ്രത്യാശ എന്നു ഞാൻ പറയുന്നു. അങ്ങനെ കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കാത്ത ആ കാരുണ്യം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നാമും ഓരോ പ്രഭാതത്തിലും പുതിയ സൃഷ്ടിയായി പരിണമിക്കും. പ്രിയമുള്ളവരെ, നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, ഓരോ വർഷവും ഞങ്ങൾക്ക് സമ്മാനിക്കുന്നത് ഈ ഒരു നവ ജീവിത ആരംഭത്തിന് ഉദ്ദേശിച്ചാണ്. ഓരോ ദിനത്തിലും അങ്ങ് ഞങ്ങളെ ക്ഷണിക്കുന്നത് നവീകൃതരായി തീരുവാൻ വേണ്ടിയാണ്. അങ്ങയുടെ കാരുണ്യത്തിൻ്റെ മുഖം അങ്ങയുടെ പ്രിയപുത്രനായ ക്രിസ്തു ഞങ്ങൾക്ക് കാണിച്ചു തന്നു. ഞങ്ങളുടെയും ജീവിതമെന്നും ആ കാരുണ്യത്തിൻ്റെ ജീവിത ശൈലി സ്വന്തമാക്കുവാനും അങ്ങനെ സാന്ത്വനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദതയുടെയും ഒരു പുത്തൻ ജീവിത ശൈലി ഞങ്ങൾക്ക് തരുവാനും ഇടയാക്കണമേ. പുതിയ വീഞ്ഞ്, പുതിയ തോൽക്കുടങ്ങളിൽ എന്ന് അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ ഓർമ്മിപ്പിക്കുമ്പോൾ ഞങ്ങളുടെയും ജീവിതം സമ്പൂർണമായ പരിവർത്തനത്തിന് വിധേയമാക്കുവാൻ പുത്തൻ ജീവിതശൈലി, കാരുണ്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, മറ്റുള്ളവരോടുള്ള പരിഗണനയുടെ ഒരു പുതിയ ജീവിതശൈലി ഞങ്ങൾക്കും തരണമേ, സമ്മാനിക്കണമേ. പ്രിയമുള്ളവരെ, ഓരോ പ്രഭാതവും നമ്മുടെ മുൻപിൽ പറയുന്ന സന്ദേശം ഒരു പുതിയ ജീവിത ശൈലിയുടെ സന്ദേശമാണ്. പ്രസിദ്ധനായ കവി റോബർട്ട് ബ്രൗണിംഗ് പറയുക, മൈ സൺ സെറ്റ്സ് ടു റൈസ് എഗൻ എന്നാണ്. ഓരോ ദിനാന്ത്യത്തിലും സൂര്യൻ അസ്തമിക്കുക വീണ്ടും ഉദിച്ച് ഉയരുവാൻ വേണ്ടിയാണ്. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ തന്നെയാകട്ടെ. ഓരോ പ്രഭാതത്തിലും ഒരു പുതിയ ഉദയം നമുക്ക് ഉണ്ടാകട്ടെ. ദൈവം നമ്മുടെ പ്രകാശമായി എന്നും നിലനിൽക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.